പെണ്ണുമ്പിള്ള ഇവിടെ കയറി വരുന്നത് എന്തിനാ? അയൽക്കാരി എന്തു പറയാൻ, സമയം പോകാനൊരു വഴി. എന്താ അങ്ങനെ ചോദിക്കാൻ? ശരിയല്ല, ശ്രദ്ധിക്കണമെന്ന് പറയുക. കഴുകന്റെ കണ്ണ നിങ്ങക്ക്, പ്രത്യേകിച്ചും പോലീസുകാരനല്ലേ. ആരെ കണ്ടാലും സംശയമാണല്ലോ. ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്നോ, നാളെ ഇവരുടെ ബർത്ത്ഡേയാ. എല്ലാവരും വരണം, മറക്കരുത്. അതിനെന്താ, വരാല്ലോ. മകനെവിടെ? ഇവിടുണ്ട്, വിളിക്കാം. മോനെ ഗോപീഷ്ണ, ഇവര് ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാ. വരണം കേട്ടോ, മറക്കല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, കുടിക്കാൻ ചായയോ കാപ്പി എടുക്കട്ടെ? ഒയ്യോ, ഒന്നും വേണ്ട, ഞങ്ങൾ വരട്ടെ. എന്നാ ശരി. ഗോപികൃഷ്ണ, വരാൻ മറക്കരുത്. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. You have it. Love you. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റി ആലോചിക്കാൻ കൂടിയാ. ആലോചിക്കുന്നത് തെറ്റൊന്നുമില്ല, എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നല്ലൊരു ബന്ധം കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയല്ലേ ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. പൊതുവെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പിന്നെ അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് കാക്കിക്കുപ്പായ ഇടുന്നവർക്ക്. സ്ത്രീധനമായിട്ടല്ലെങ്കിലും എന്റെ മകൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. അയ്യോ, അതിന് ചാർജ് ഒന്നും ചെയ്തു കളയല്ലേ. അല്ല, നമ്മൾ ഇത്രയും പറഞ്ഞു, കെട്ടാൻ പോകുന്ന പയ്യന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? ചോദിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ അവന്റെ. വന്നല്ലോ, ചോദിക്കാനുള്ളത് ചോദിച്ചോ. ഞങ്ങൾ തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗോപികൃഷ്ണന് പ്രത്യേകിച്ച് എന്തെങ്കിലും? ഡാഡിയുടെ അങ്കിളുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഗോപികൃഷ്ണന് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ശരി അങ്കിൾ. വരട്ടെ. നിനക്ക് വെച്ചിട്ടുണ്ട്. ഹലോ. ഹലോ, സുധ. പറഞ്ഞത് മനസ്സിലായില്ലേ? നാളെ സൗകര്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന്. കാണില്ലേ? കാണാം. ഹലോ, ഞാൻ മായയാണ്. എന്നോടെന്താ പിണക്കമാണോ?
ഗോപിയേട്ടനെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ. വൈകിട്ട് ബീച്ചിൽ വരുവോ? വരാം. ഹലോ, ഗോപികൃഷ്ണനല്ലേ സംസാരിക്കുന്നത്? ഞാൻ ആരാന്നറിയോ? ഇത് ഞാനാ, രമ്യ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സന്ധ്യക്ക് പുഴയുടെ തീരത്തൊന്ന് വരുവോ? ഞാൻ ഗോപിയേട്ടനെ കാത്തിരിക്കും. വരില്ലേ? ഒന്ന് വരണേ. വരാമോ? നാശം. ഹലോ, 3 എണ്ണം മതിയോ അതോ 30 എണ്ണം വേണോ? ഞാൻ ഇതൊന്നും അറിയുന്നില്ലെന്നാണോ വിചാരം? ബീച്ചിലും പുഴയിലും കോവിലും ഒക്കെ വല്ലോളവരും വിളിച്ച പോകുമല്ലേ? ഗോപികൃഷ്ണന്റെ ലീലാവിലാസം ഞാൻ നിർത്തിത്തരാം. അത് അവളുമാർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്നെ അടിക്കാൻ നിങ്ങൾക്ക് എന്താ അർഹതയാണുള്ളത്? എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം ഒരു കൂടലായി നിങ്ങൾക്ക് ആരും പെണ്ണ് തരാതായപ്പോ പണം കാണിച്ച് എന്റെ അച്ഛനെ മയക്കി നിങ്ങൾ എന്നെ ഭാര്യയാക്കി എടുത്തു. പേരിന് മാത്രം ഞാൻ നിങ്ങളുടെ ഭാര്യ. വിവാഹത്തിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം കഴിയാമെന്ന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. അതോടെ സ്ത്രീവർഗത്തെ മുഴുവൻ ഞാൻ വെറുത്തു. പഴയ ചരിത്രത്തിന്റെ എല്ലാ ഏടുകളും ഞാൻ പിച്ചിച്ചീന്തി. ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ അനുഭവിക്കുക, അനുഭവിച്ച ശേഷം കൊല്ലുക. അതിനുവേണ്ടി ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി, ആന്റണി. എന്റെ എല്ലാ സ്വത്തിന്റെയും അടുത്ത അവകാശം. എന്റെ കഥ വിചിത്രമായിരിക്കുന്നു അല്ലേ?
എന്നെ കൊല്ലാൻ വരുന്നു. പേടിക്കണ്ട മോളെ, ഞാനൊന്നും ചെയ്യില്ല. വരൂ, കാർ കയറും.